എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള താരകുടുംബമാണ് കൃഷ്ണകുമാറിൻ്റേത്. അദ്ദേഹത്തിന്റെ വീട്ടിലെ വിശേഷങ്ങളെല്ലാം ഓരോ പ്രേക്ഷകർക്കും അവരുടെ വിശേഷം പോലെയാണ് കേട്ടിരിക്കുമ്പോൾ തോന്നുന്നത്. വീട്ടിലുള്ള എല്ലാവർക്കും സോഷ്യൽ മീഡിയയും യൂട്യൂബ് ചാനലുമുണ്ട്. ഇവരെല്ലാം വീഡിയോസും അപ്ലോഡ് ചെയ്യാറുണ്ട്. ദിയയ്ക്ക് കുഞ്ഞുണ്ടായതിനു ശേഷം ഓമിക്കുട്ടന്റെ വിശേഷങ്ങൾ അറിയാനാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ഇൻഫ്ലുവൻസേഴ്സിന്റെ കുടുംബമായാണ് കൃഷ്ണകുമാർ ഫാമിലി അറിയപ്പെടുന്നത്. ഇവർക്ക് ലഭിക്കുന്ന ജനശ്രദ്ധ പലരെയും അമ്പരപ്പിക്കുന്നതാണ്. താരകുടുംബത്തിലെ മിക്ക വ്ലോഗുകളും യൂട്യൂബിൽ ട്രെൻഡിംഗ് ആണ്. നല്ല വരുമാനമാണ് ഈ താരകുടുംബത്തിലെ എല്ലാവർക്കും വീഡിയോ ഇടുന്നതിലൂടെ ലഭിക്കുന്നത്. ഈ താരകുടുംബത്തിന്റെ മൊത്തം വരുമാനം എത്രയെന്ന ചർച്ചയിലാണ് ഇപ്പോൾ ആരാധകർ. ഏറ്റവും കൂടുതൽ സമ്പാദിക്കുന്നത് ദിയ എന്നാണ് കണ്ടെത്തൽ. ദിയ കൃഷ്ണ ഒരു പോസ്റ്റിന് 40,000-ഉം സ്റ്റോറിക്ക് 20,000-ഉം റീലിന് 1,00,000-ഉമാണ് വാങ്ങിയിരുന്നത്. ഇത് 2020-ൽ ഞങ്ങളൊരു ബ്രാൻഡ് കൊളാബറേഷന് വേണ്ടി സമീപിച്ചപ്പോഴായിരുന്നു. ഇപ്പോൾ പ്രൊമോഷനുകൾക്ക് കൃഷ്ണകുമാർ ഫാമിലി 5 ലക്ഷമാണ് വാങ്ങുന്നതെന്ന് കേട്ടു. ഒരാളുടെ കമന്റ് ഇങ്ങനെ: അഹാന കൃഷ്ണ 10 ലക്ഷമാണ് പ്രൊമോഷൻ റീലുകൾക്ക് വാങ്ങുന്നതെന്നും വാദമുണ്ട്. അതേസമയം സോഷ്യൽ മീഡിയയിലെ വിവാദങ്ങൾക്കപ്പുറം ഇതേക്കുറിച്ച് അഹാനയോ സഹോദരിമാരോ തുറന്ന് സംസാരിച്ചിട്ടില്ല. ദിയയ്ക്ക് സോഷ്യൽ മീഡിയ വരുമാനത്തിന് പുറമെ ബിസിനസ്സുമുണ്ട്. ഒബയോസി എന്ന സ്ഥാപനമാണ് ദിയ നടത്തുന്നത്. ഈ അടുത്ത് ജീവനക്കാരികൾ നടത്തിയത് 69 ലക്ഷത്തോളം രൂപയുടെ തട്ടിപ്പാണെന്നാണ് റിപ്പോർട്ടുകൾ. അപ്പോൾ തന്നെ ദിയയുടെ ബിസിനസിന്റെ വ്യാപ്തി ഊഹിക്കാവുന്നതാണ്. സാധാരണക്കാരായ പലരുടെയും വാർഷിക വരുമാനം ഇവർക്ക് മിനിറ്റുകൾ മാത്രമുള്ള റീലുകളിലൂടെയും മറ്റും ലഭിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ്.